ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ശരിക്കും ആദ്യം വരുന്നത് എന്താണ്? ശാരീരികമായിട്ടുള്ള ആരോഗ്യം. ശരിക്കും ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല നമുക്ക് വേണ്ടത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ശാരീരിക ആരോഗ്യം എത്രത്തോളം പ്രാധാന്യമാണോ അത്രത്തോളം പ്രാധാന്യം തന്നെയാണ് മനസ്സിൻ്റെ ആരോഗ്യം. അപ്പോൾ WHO തന്നെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലും അതുപോലെ ശരീരത്തിലും ആരോഗ്യമുള്ളവരാണ് പ്രോപ്പർലി ഹെൽത്ത് എന്ന് പറയുന്നത്. പല ആളുകളിലും മാനസിക ആരോഗ്യം തിരിച്ചറിയാതെ പോകാറുണ്ട്. തിരിച്ചറിഞ്ഞാൽ പോലും പല ആളുകളും അതിന് ട്രീറ്റ്മെൻറ്റോ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ശ്രമിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മനസ്സിൻ്റെ ആരോഗ്യത്തിന് എന്ത് ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എവിടെയെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ ഒരു വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ വന്നെന്ന് വിചാരിച്ചോ, നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകും, ഡോക്ടറെ കാണിക്കും, ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അസുഖം മാറും. പക്ഷേ മനസ്സിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അങ്ങനെ ഒന്നും ആരോടും സംസാരിക്കാറില്ല. അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യും. അത് ഹ്യൂമൻ സൈക്കോളജിയാണ്. അതിന് നമ്മൾ മടി കാണിക്കാറുണ്ട്. നമ്മളെല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മാനസിക ആരോഗ്യം എന്നാണ്. മനുഷ്യരിൽ ഉണ്ടാകുന്ന വിഷാദം അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ, ഉത്കണ്ഠ തുടങ്ങിയവയെല്ലാം നമ്മൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. സാധാരണഗതിയിൽ അതിനുള്ള കരുത്തും ഒരു പോസിറ്റീവും മനോഭാവവും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ആരോഗ്യം ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ചെറിയ വിഷമങ്ങൾ പോലും താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അതിൻ്റെ അടുത്ത് പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇത് 3 ഘടകങ്ങളാണ്. കൃത്യമായി ഉറങ്ങുക, സമയത്തിന് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിക്കാനായിട്ട് പറ്റുന്നവർക്ക് ഏകദേശം മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് കഴിയും. അപ്പോൾ മനസ്സിൻ്റെ ആരോഗ്യം നല്ല നിലക്കാണെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാം നമുക്ക് മനക്കരുത്തോടെ നേരിടാനായിട്ട് കഴിയും. മാനസിക ആരോഗ്യം നേടാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ കുടുംബവും കൂട്ടുകാരോടൊപ്പം മാക്സിമം സമയം ചെലവഴിക്കാനായി ശ്രമിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ കുറച്ചു നേരം സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. മനസ്സിൻ്റെ ക്ഷേമത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം എങ്ങനെയാണ് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത് എന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്, കൈമാറിയത്. ഈ ഒരു വിവരം ധാരാളം ആളുകളുടെ അറിവിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം അത്രമാത്രം ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണിത്.